അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നും അപ്പോൾ അതിൽ ആ ഓർഗനൈസേഷനെ സ്വാധീനിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു, ഉദാഹരണങ്ങളൊക്കെ സഹിതം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു ചാപ്റ്റർ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ ഇൻ ഓർഗനൈസേഷണൽ ബിഹേവിയർ, ഓർഗനൈസേഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായും കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞ അതിൻ്റെ ഒരു ബന്ധപ്പെടുത്തിയിട്ടുള്ളത് തന്നെയാണ് അടുത്തൊരു പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു വർക്ക് പ്ലേസ്, ഒരു ജോലി സ്ഥലത്ത് പരസ്പരം ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻസും കാര്യങ്ങളും എത്രത്തോളം ഈ ഒരു ഓർഗനൈസേഷനെ, ഈ ഒരു കമ്പനിയെ ഒക്കെ എന്ത് ചെയ്യും, സ്വാധീനിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ വ്യത്യസ്ത പ്രായം ചെന്ന ആളുകളുണ്ട്, യുവാക്കളുണ്ട്, വയസ്സായ ആളുകളുണ്ട്, പിന്നെ അതുപോലെ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, പിന്നെ കറുത്ത വർഗ്ഗക്കാരുണ്ട്, വെളുത്ത വർഗ്ഗക്കാരുണ്ട്. ഇങ്ങനെ പല രൂപത്തിൽ എന്ത് ചെയ്യും, ജെൻഡറായിട്ടും ഏജായിട്ടും പല രൂപത്തിൽ ആളുകൾ എന്ത് ചെയ്യും, വിഭജിക്കപ്പെടും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പരസ്പരം ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുമ്പോൾ അതൊക്കെ ഈ ഓർഗനൈസേഷൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഈ പാഠത്തിൽ പറയുന്ന രണ്ട് ഫോം ഓഫ് ഡൈവേഴ്സിറ്റിയാണ്. അതിൽ ഒന്നാമത്തത് സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയും, ഏറ്റവും താഴ്ന്ന രൂപത്തിലുള്ള. അപ്പോൾ അതിന് ഉദാഹരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഏജ്, ജെൻഡർ, റേസ്, ഇങ്ങനെ പല സംഗതികളിലുള്ള ഡിസ്ക്രിമിനേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ സർഫേസ് ലെവൽ ഡൈവേഴ്സിറ്റി എന്നുള്ള സംഗതിയിൽ പറയുന്നത്. ഈ ഒരു സംഗതി യഥാർത്ഥത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതോട് എന്ത് ചെയ്യും, ഈ ഒരു ഓർഗനൈസേഷന് തകരും, ഒരുപാട് നഷ്ടങ്ങൾ എന്ത് ചെയ്യും ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. രണ്ടാമത്തെ ഒരു ഫോമാണ് എന്ത്, ഒരു രൂപമാണ് ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റി എന്ന് പറയും. അതായത് അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു പേഴ്സണാലിറ്റി, അതിൽ ഓരോരുത്തരുടെ വ്യക്തിത്വ സ്വഭാവങ്ങൾ, വാല്യൂസ്, എങ്ങനെയൊക്കെയാണ് അയാളുടെ സ്വഭാവ രീതി എന്നുള്ളതും അയാൾ എത്രത്തോളം ഈ ഒരു ഓർഗനൈസേഷനോട് കൂറ് പുലർത്തുന്നുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ആത്മാർത്ഥത കാണിക്കുന്നുണ്ട്, അതിന് നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് ഈ ഒരു ഡീപ്പ് ലെവൽ ഡൈവേഴ്സിറ്റിയിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒരു സംഘടനയാകുമ്പോൾ. അപ്പോൾ ഒരു സംഘടനയിൽ, ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു വയസ്സായ ഒരാളുണ്ട്, യങ് ആയിട്ടുള്ള ഒരാളുണ്ട്, കറുത്ത വർഗ്ഗക്കാരന്, വെളുത്ത വർഗ്ഗക്കാരനുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ പേഴ്സണാലിറ്റി ഈ ഒരു ഓർഗനൈസേഷനുമായി യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സംഘടന കൃത്യമായി മുന്നോട്ട് പോകും, അവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഓരോരുത്തരും ഒരു ഇപ്പോൾ യങ് ആയിട്ടുള്ള ആൾ, അയാൾ ഇങ്ങനത്തെ വാല്യൂകളൊന്നും കീപ്പ് ചെയ്യുന്നില്ല, എന്നാൽ അയാളുടെയൊക്കെ ബെറ്റർ ആരാണ്, ഇതൊക്കെ കീപ്പ് ചെയ്യുന്ന നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു വയസ്സായ ആൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഡൈവേഴ്സിറ്റി രണ്ട് രൂപത്തിലാണുള്ളത് അർത്ഥം. അപ്പോൾ ഇവിടെ എഫക്റ്റീവായിട്ടുള്ള ഈ ഒരു ഡൈവേഴ്സിറ്റിയിൽ എഫക്റ്റീവായിട്ടുള്ള കുറച്ച് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസുകളുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് ഒന്ന് ഡൈവേഴ്സിറ്റി എന്നുള്ളത്. ഈ മൂന്ന് സംഗതികൾ നമ്മൾ ചാപ്റ്ററിൻ്റെ പേരായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ എന്നുള്ളത്. ഡൈവേഴ്സിറ്റിയിൽ പറയുന്നത് പരസ്പര വ്യത്യാസങ്ങളാണ്, ഓരോരുത്തരും ഏജ് പരമായിട്ടും മറ്റു കാര്യങ്ങളിലൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ. രണ്ടാമത് ഇക്വിറ്റി, അപ്പോൾ ഇതിൽ പരസ്പരമുള്ള എല്ലാവർക്കും ഈക്വലായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു ജോലിയിലാണെങ്കിലും മറ്റ് കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അതിൽ ഒരു ബാരിയറും ഉണ്ടാകാൻ പാടില്ല. പിന്നെ അടുത്ത ഒരു സംഗതി ഇൻക്ലൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള എല്ലാ ആളുകൾക്കും ഒരുപോലെ എന്ത് ചെയ്യണം, അവരുടെ ഈ ഒരു വാല്യൂകളും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യണം. അപ്പോൾ ഒരാൾക്ക് മാത്രം വേറെ നിയമം, മറ്റാൾക്ക് വേറെ നിയമം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും ഒരുപോലെ ഈ ഒരു നിയമത്തിനുള്ളിൽ ഉൾക്കൊള്ളുന്നുണ്ട്, ഈ ഒരു നിയമത്തിന് കീഴിലാണ് എന്നുള്ളത് അർത്ഥം.
പരസ്പരം ഓരോരുത്തർക്ക് വ്യത്യസ്ത നിയമങ്ങളോ മറ്റോ ഇല്ല എന്നർത്ഥം. അപ്പോൾ പ്രധാനമായിട്ടും പാഠത്തിൽ അതൊക്കെ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. പിന്നെ വേറെയും കുറേ ക്ലാസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും പാഠത്തിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, അതുപോലെ ഇൻക്ലൂഷൻ ഒക്കെ ഒരു ഓർഗനൈസേഷന് കീഴിലുള്ള ഈ ഒരു സംഗതികൾ, കൺസെപ്റ്റുകളും തിയറികളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു ചാപ്റ്ററിൽ അടുത്തൊരു കാര്യം ചർച്ച ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.